BJP CPM ഡീലാരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാലക്കാട് UDF വോട്ട് ഭിന്നിപ്പിച്ച് BJPയെ വിജയിപ്പിക്കുകയാണ് ലക്ഷ്യം. റാന്നി, കോന്നി എന്നിവിടങ്ങളിലും ഡീൽ ശക്തമാണെന്നും സതീശൻ പറഞ്ഞു. BJPയുടെ വോട്ട് കിട്ടുമെന്ന് G. സുധാകരൻ അവകാശവാദം ഉന്നയിച്ചത് ഏത് ഡീലിന്റെ ഭാഗമാണെന്ന് UDF പറയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. എന്തൊക്കെ പ്രചാരണം നടത്തിയാലും ജനങ്ങൾക്ക് സത്യം അറിയാമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അവരുടെ ഉദ്ദേശം UDFന്റെ വോട്ട് ഭിന്നിപ്പിച്ച് BJPയെ ജയിപ്പിക്കാൻ വേണ്ടി അത് നടക്കില്ല. അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് അവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ട. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് BJPയുടെ നിന്ന് അടക്കം അതോ നിശ്ചിത എണ്ണം കൃത്യമായിട്ട് ഇത്ര വോട്ട് എന്ന് വാങ്ങാൻ പറ്റുമെന്ന നില വരുന്നുണ്ടെങ്കിൽ അത് ഏത് ഡീലാണെന്ന് അവർ തന്നെ പറയേണ്ടതാണ്. ഞാനെല്ലാവരും അത് പറയുന്നത്. ആരാണ് ആരുടെ ബി ടീം നമുക്കൊന്ന് ചർച്ച ചെയ്യണം. ഒന്ന് അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്തണം. തനിക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് അധിക്ഷേപ പരാമർശം നടത്തിയതിനു പിന്നാലെ പൊട്ടിക്കരഞ്ഞ് കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭ. ഒരു സ്ത്രീയോട് പോലും ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞാണ് വൈകാരികമായി യു പ്രതിഭ പ്രതികരിച്ചത്. നിയമ നടപടി സ്വീകരിക്കാനാണ് പ്രതിഭയുടെ തീരുമാനം. സംഭവത്തിൽ UDF സ്ഥാനാർത്ഥി M. ലിജു ഖേദം പ്രകടിപ്പിച്ചു. വിവാദത്തിന് പിന്നാലെ A. ഇർഷാദിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അലവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. മുസ്ലിം ലീഗ് നേതാവ് ഇർഷാദാണ് വിവാദ പരാമർശം നടത്തിയത്. ഇതിനോട് പ്രതികരിക്കാനായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ യു പ്രതിഭ പൊട്ടിക്കരഞ്ഞു. അത്രയധികം കായംകുളത്തോട് ചേർന്ന് നിന്നതാണ്. അവിടെയാണ് കുടുംബത്തെ, വ്യക്തിയൊക്കെ അദ്ദേഹം അധിക്ഷേപിച്ചത്. മാപ്പ് കൊണ്ട് മാത്രം പ്രശ്നം തീരില്ലെന്നും പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും യു പ്രതിഭ പ്രതികരിച്ചു. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചെയർമാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേവലമായൊരു മാപ്പ് പറച്ചിലിൽ തീരില്ല. ഇതിന്റെ ഒരു കറ ഒരു കാലത്തും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഈ ഒരു കറ ഒരു കാലത്തും മാഞ്ഞു പോകുകയും. പരാമർശം വലിയ ചർച്ചയായതോടെ ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ചു. തന്റെ വാചകങ്ങൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചു എന്ന ന്യായീകരണവും ഇർഷാദ് നടത്തി. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ആ രീതിയിലൊരു അർത്ഥം അതിന് വന്നിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ അതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. വിവാദ പരാമർശത്തെ പൂർണ്ണമായും M. ലിജു തള്ളിക്കളഞ്ഞു. അതൊരു തെറ്റായ പരാമർശമാണ്. ഒരർത്ഥത്തിലും ബോഡി ഷെയ്മിങ്ങോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയധിഷ്ഠിത പരാമർശങ്ങളെയും ആക്ഷേപങ്ങളെയും M. ലിജുവോ UDFോ അംഗീകരിക്കില്ല. ലീഗ് നേതാവിന്റെ പ്രസ്താവന സ്ത്രീവിരുദ്ധവും അപമാനകരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചു. വരും ദിവസങ്ങളിൽ വിഷയം കൂടുതൽ ചർച്ചയാക്കാനാണ് LDF നീക്കം. സംഭവത്തിൽ അന്വേഷണ വിധേയമായി ഇർഷാദിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടേതാണ് നടപടി. നേരത്തെ ഇയാളെ UDF മണ്ഡലം കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ഇർഷാദിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മീഡിയ 1 ആലപ്പുഴ.